സോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലഗിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. FS കൺസോൾ എന്നാണ് പ്ലഗിന്റെ പേര്. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വീഡിയോ എഡിറ്റേഴ്സ് ട്യൂട്ടോറിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ ഒരു സാധനം പോപ്പപ്പ് ആവും. നമ്മുടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെയറിൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സംഭവത്തിന്റെ പേരാണ് FS കൺസോൾ. സോ ഇതിന്റെ ആവശ്യം എന്താ വെച്ചാൽ ആഫ്റ്റർ എഫക്ട്സിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ആ സൈഡിൽ എഫക്ട്സ് ആൻഡ് പ്രസെറ്റ്സ് എന്നുണ്ടാവും. ആ ഒരു ടാബ് ഓപ്പൺ ആക്കണം, അതിൽ പോയി സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഗോഷ്യൻ ബ്ലർ ആണെങ്കിൽ ഗോഷ്യൻ ബ്ലർ, ട്രാൻസ്ഫോം ആണെങ്കിൽ അതിൽ പോയി സെർച്ച് ചെയ്യണം. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഏത് ലെയറിലാണോ നമുക്ക് ഇടേണ്ടത് അതിൽ കൊണ്ടുപോയി ഇടണം. അതിന് പകരമായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ഏത് ലെയറിലാണോ നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, ആ ഷോർട്ട് കട്ട് കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാനൽ ഓപ്പൺ ആവും. ജസ്റ്റ് സെർച്ച് ചെയ്യുക, എൻ്റർ കൊടുക്കുക, അത് അങ്ങോട്ട് അപ്ലൈ ആവും. നമ്മൾ എഡിറ്റിംഗ് കുറച്ചും കൂടെയൊക്കെ സ്പീഡാവും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറിയിട്ട് FS കൺസോൾ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു സിപ്പ് ഫയൽ കിട്ടും. ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. സോ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫയൽ കിട്ടും. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ FS കൺസോളിൻ്റെ ഇൻസ്റ്റാളർ ഫയൽ കാണും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഗ്രി കൊടുക്കുക. ഇവിടെ ഒന്നും കൊടുക്കാനുള്ള 2026 ആഫ്റ്റർ എഫക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ബ്ലൂ ടിക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ടിക്ക് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ എന്ന് അമർത്തുക. സോ പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ആവും. ഇവിടെ 100% കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഇനി നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കാം. സോ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ഈ വിൻഡോ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ FS കൺസോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലഗിൻ വന്ന് കിടക്കുന്നുണ്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സോ ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ അവിടെ ഒരു റെഫറൻസ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്മുടെ വീഡിയോൻ്റെ ലെയർ ഉണ്ടല്ലോ, ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ സ്പേസ് ബാർന്ന് കീബോർഡിൽ അമർത്തുക. സോ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ഇനിയിപ്പോൾ ഗൗഷ്യൻ ബ്ലർ ആണെങ്കിൽ ജസ്റ്റ് ഗൗഷ്യൻ ബ്ലർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. നമുക്ക് ഗൗഷ്യൻ ബ്ലർ വന്നിട്ടുണ്ടാവും. സോ ജസ്റ്റ് എൻ്റർ കൊടുക്കുമ്പോൾ തന്നെ അത് അപ്ലൈ ആവും. സാധാരണ നമ്മളിത് ഈ എഫക്ട്സ് ആൻഡ് പ്രിസെറ്റ്സ് എന്ന് പറയുന്ന ടാബിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് വേണം ഡ്രാഗ് ചെയ്തിടാൻ. അതിന് പകരമായിട്ട് ജസ്റ്റ് ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ആവും. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ട്രാൻസ്ഫോം ആണെങ്കിൽ ട്രാൻസ്ഫോം, അങ്ങനെ ഏത് എഫക്റ്റും വേണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ലെയറിലോട്ടാവും. എല്ലാ ലെയറിലും ഇതേപോലെ തന്നെ ഏത് ലെയറാണോ അത് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സോ ഇതാണ് FS കൺസോൾ പ്ലഗിൻ. സോ അതേപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. താങ്ക് യു ഗൈസ്.